നമസ്കാരം. ഇത് ഗ്രീഷ്മ. നമ്മുടെ ക്ലിനിക്കിൽ ബാക്ക് പെയിൻ ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കാൻ പോകുന്നതാണ്. ആദ്യത്തെ ട്രീറ്റ്മെന്റ് ഇവര് ബാംഗ്ലൂരാണ് സ്റ്റേഡ് സെറ്റിൽഡ്. അപ്പോ ആദ്യത്തെ ട്രീറ്റ്മെന്റ് ഇവര് സെപ്റ്റംബറിൽ ഒരു പ്രാവശ്യം വന്നെടുത്തതാണ്. ഇന്ന് നമ്മുടെ ക്ലിനിക്കിൽ രണ്ടാമത്തെ ഒരു വിസിറ്റിനായിട്ട് വന്നതാണ്. ഗ്രീഷ്മ എങ്ങനെയുണ്ട് മൊത്തത്തില് ബ്രഹ്മ ലൈഫ് വന്നിട്ട്? ആദ്യത്തെ വിസിറ്റ് വന്നപ്പോ തന്നെ എനിക്ക് നടുവേദനയ്ക്ക് നല്ലൊരു ചേഞ്ച് വന്നായിരുന്നു. ഒരു 90% എനിക്ക് നല്ല മാറ്റം വന്നു. അത് കഴിഞ്ഞിട്ട് ബ്രീത്തിങ് പ്രോബ്ലം കൂടി എനിക്കും ഉണ്ടായിരുന്നു. അപ്പോ അതിന്റെ കൂടി ആയിട്ടാണ് ഞാൻ സെക്കൻഡ് വിസിറ്റിന് വന്നത്. ഇപ്പം ഫസ്റ്റ് വിസിറ്റിൽ തന്നെ ഞാനത് പറഞ്ഞില്ലായിരുന്നു ബ്രീത്തിങ് പ്രോബ്ലത്തിന്റെ കാര്യം. പക്ഷെ അതിനിവിടെ സൊല്യൂഷൻ ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. അതും എനിക്ക് സൊല്യൂഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ചേഞ്ച് ആയി. എനിക്ക് ഇൻഹേലറൊക്കെ ഇപ്പൊ ലിമിറ്റഡ് യൂസ് ആണ് ഇപ്പൊ ഉള്ളത്. ബ്രീതിങ് പ്രോബ്ലം ശരിയായി. എന്റെ നടുവേദന പൂർണ്ണമായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. നല്ല മാറ്റമുണ്ട്. ഇപ്പൊ എനിക്ക് ഇപ്പൊ നോർമലായിട്ട് ഇപ്പൊ അനങ്ങാനും എല്ലാത്തിനും സാധിക്കുന്നുണ്ട്. ഇപ്പൊ നല്ലൊരു മാറ്റമുണ്ട് നടുവേദനയ്ക്ക്. പിന്നെ ബ്രീതിങ് പ്രോബ്ലം അത് ഒരുവിധം നന്നായിട്ട് ശരിയായിട്ടുണ്ട്. ഇപ്പൊ നല്ല ലോങ് ബ്രീത്ത് ഒക്കെ എടുക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ ശ്വാസോച്ഛ്വാസം നന്നായിട്ട് നിയന്ത്രിക്കാനും പിന്നെ പ്രാണായാമം ചെയ്യാനും ഒക്കെ ഇപ്പൊ സാധിക്കുന്നുണ്ട്. നമ്മുടെ ക്ലിനിക്കില് ഇപ്പൊ നോർമലി ഓരോരുത്തർ വരുമ്പോ ഒന്നൊരു മുട്ടുവേദന അല്ലെങ്കിൽ തണ്ടൽ വേദന ആ ഒരു റീസണെ പറയാറുള്ളൂ. പക്ഷെ നമ്മൾ ഇത് കഴിഞ്ഞ് പൾസ് ഡയഗ്നോസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അവിടെ മറ്റ് പല പ്രശ്നങ്ങളും കണ്ടുപിടിക്കാൻ സാധിക്കാറുണ്ട്. അപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഗ്രീഷ്മ വന്നപ്പോ ഈ ലങ്സിന്റെ ബ്രീതിങ് ഇഷ്യൂ പറഞ്ഞിട്ടുണ്ടായില്ല. പക്ഷെ നമ്മള് നാഡി പരിശോധിച്ചപ്പോൾ ഇപ്പൊ ഒരു ലങ്സിന്റെ ഒരു ചാനലിൽ ഒരു എനർജി വേരിയേഷൻ കണ്ടു. അങ്ങനെ ചോദിച്ചപ്പോഴാണ് നമുക്ക് ഇതുപോലെ ബ്രീതിങ് ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോ അതിനും നമുക്ക് ഇവിടെ സൊല്യൂഷൻ ഉണ്ട്. നമുക്കിപ്പോ അതിനും കൈറോ ഒരു മൂവ്മെന്റിലുണ്ട്. അത് കൂടാണ്ട് അക്യുപ്രഷർ വഴിയായാലും അതിനൊക്കെ സൊല്യൂഷൻ ഉണ്ട്. അതിപ്പോ ഒരു 70% ഭേദമായിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു ആൾക്കാരും വരുമ്പോഴായാലും അവര് ചില നമ്മള് നാഡി പരിശോധിച്ചിട്ട് മിക്ക സ്ത്രീകൾക്കും ഞാൻ പറയുന്ന ഒരു മിക്കതല്ല ഒരു 20% സ്ത്രീകൾ ഇവിടെ വന്ന ആൾക്കാർക്ക് നമ്മൾ നാഡി പരിശോധിക്കുമ്പോൾ യൂറിനറി ഇൻകോണ്ടിനൻസ്, അതുപോലെ നമുക്ക് ചിരിക്കുമ്പോൾ തുമ്മുമ്പോ ഒക്കെ യൂറിൻ പോവുക, അതൊന്നും അവർ നമ്മളത് പറയാറില്ല. പക്ഷെ നമ്മൾ നാഡി പരിശോധിച്ചത് നോക്കുമ്പോഴാണ് ഇതൊക്കെ കാണുന്നത്. അപ്പൊ അത് ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾക്ക് അതും മാറ്റി കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത് ഇന്ന രോഗം എന്നല്ല, നമ്മളിവിടെ ബ്രഹ്മ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ മിക്ക രോഗങ്ങൾക്കും ഉള്ള ഒരു സൊല്യൂഷൻ നമ്മുടെ ഉണ്ട്. എങ്ങനെയുണ്ട് ഗ്രീഷ്മ, ഹാപ്പി അല്ലേ? ഞാൻ വളരെയധികം ഹാപ്പിയാണ്. ഞാനിത് മറ്റുള്ളവർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു.